+1 +2 കുട്ടികൾ ബിടെക്കുകാർ മാത്രം ശ്രദ്ധിക്കുക. വെറുതെ ചെന്ന് MBA ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കരുത് ആഫ്റ്റർ ബിടെക്. നിങ്ങൾക്കൊരു മാനേജ്മെന്റ് ഡിഗ്രിയാണ് താല്പര്യമെങ്കിൽ യു ഡു ബിടെക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിടെക് ഈസ് എ വെരി സ്ട്രക്ചേർഡ് കോഴ്സ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ പ്രൊജക്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, കുറേ ബ്രെയിൻസ് ഓഫ് ആൾക്കാർ, ലോട്ട്സ് ഓഫ് പീപ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങളുടെ ക്ലാസ് തന്നെ ഒരു നെറ്റ്വർക്ക് കപ്പാസിറ്റിയിലുള്ള പല CBSE ബോർഡ്, സ്റ്റേറ്റ് ബോർഡ്, ICSE ബോർഡ്, അങ്ങനെയുള്ള കുറേ പേര് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി കൂടും. സോ അതൊക്കെ കൊണ്ടാണ് ഈ ബിടെക്കിലുള്ളവർ എന്തോ സംഭവമാണെന്നുള്ളത്. വേറൊരു സംഭവമല്ല, നെറ്റ്വർക്കിങ്ങും കുറച്ച് ടീം മാനേജ്മെന്റ് കുറേ കാര്യങ്ങളിൽ എക്സ്ട്രാ ആയിട്ടുള്ളൊരു ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉണ്ട് ബിടെക്കിന്. അതുകൊണ്ട് മാനേജ്മെന്റ് താല്പര്യമുള്ള MBA എടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ബിടെക് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം ബിടെക് ചെയ്ത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുക. സ്റ്റാർട്ടപ്പിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒന്നുണ്ട് ഗുണം, നിങ്ങളൊരു കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യുന്നത് ഫ്രം ദ ലോ ബേസ് ടു ഹൈ ബേസ് വരേക്കും നിങ്ങൾ പഠിക്കും. ഒരു സ്മോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. ആ സെയിം സാധനം കുറച്ചുകൂടി ഒരു ഹൈ ലെവലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി കൂടും, വേറൊരു തലത്തിലേക്ക് നിങ്ങളുടെ കരിയർ പോകും. ഇതാണ് ആപ്ലിക്കബിലിറ്റി വരുന്നത്. അല്ലാതെ ഒരു വലിയ ഓർഗനൈസേഷനിൽ പോയി നിങ്ങൾ ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, കുറേ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് അറിയില്ലായിരിക്കും. സോ always start your career at a startup level organization which will teach you many lessons in your life. So please do that. MBA എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റഗറി ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ പോയി MBA ചെയ്യരുത്. That will not land you in any kind of experience, expertise in the new era. So try to gain some experience, valid experience. ചുമ്മാ ചാടിക്കയറിയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരു 2 to 3 years സോളിഡ് സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ്, സെയിൽസ് എക്സ്പീരിയൻസ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റോളിൽ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഹാവ് എ സ്കിൽ. ആ സ്കില്ല് എപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും? ആ സ്കില്ല് നമ്മുടെ സാധാരണ ബിടെക് ലെവലിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാരലി നിങ്ങളുടെ കോഴ്സ് എന്താണോ ആ കോഴ്സിനെ അലൈൻ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്ന, ഈസി ആണെങ്കിൽ സെമി കണ്ടക്ടർ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ EV ബാറ്ററി ടെക്നോളജി, കമ്പ്യൂട്ടർ ആണെങ്കിൽ ക്ലൗഡ്സ് കമ്പ്യൂട്ടിംഗ്, CS, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ മാനേജ്മെന്റ്, ഇതെല്ലാം കൂടി പഠിച്ചിട്ട് ലിങ്ക്ഡിനിൽ ഒരു സൂപ്പർ പ്രൊഫൈൽ ഉണ്ടാക്കുക. ബി ആക്റ്റീവ് ഓൺ ലിങ്ക്ഡിൻ. You will be getting hired, you will be getting a good management post after 4 + 3 7 years കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ +2 ആണെങ്കിൽ. ബെസ്റ്റ് വിഷസ്. ബൈ.